ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പരസ്പരം തമ്മിൽ തല്ലിക്കൊണ്ട് തന്നെ ജയിക്കണം എന്ന് തന്നെയാണ് ബിഗ് ബോസിന്റെ ഒരു നയം. ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു നടന്നിട്ടോ അല്ലെങ്കിൽ സ്നേഹിച്ചുകൊണ്ടോ മുന്നോട്ട് പോകാൻ ബിഗ് ബോസ് ആഗ്രഹിക്കുന്നില്ല. പരസ്പരം ഒരു വിശ്വാസവും സ്നേഹവും വേണം എന്ന് ലാലേട്ടനൊക്കെ പറഞ്ഞാലും ബിഗ് ബോസിന്റെ പ്ലാൻ എന്ന് പറയുന്നത് പരസ്പരം തല്ലിക്കൊണ്ട് തന്നെ വിജയിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. അതിനാണ് കൺഫെഷൻ റൂമിൽ രണ്ടുപേരെ വെച്ച് കയറ്റിയിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജിൻഡോയും അർജുനും തമ്മിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അൻസിബയും നോറയും അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം നോറ പവർ ടീമിലുണ്ടായിരുന്നപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് സോറിയൊക്കെ പറഞ്ഞ് അത് ക്ലിയർ ചെയ്യാൻ നോക്കിയത് നമ്മുടെ അൻസിബയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ വരുന്നതാണ് നമ്മളുടെ ജാസ്മിനും അഭിഷേകും. ഇതൊരു വലിയ അടി ഉണ്ടാവുകയാണെങ്കിൽ ലാഭം ബിഗ് ബോസിന് തന്നെയാണ്. കാരണം അഭിഷേക് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ബിഗ് ബോസ് സാധിക്കും. അതിലൂടെ പോസിറ്റീവ് സൈഡുള്ള പ്രേക്ഷകരുടെ ഒരു വലിയ സപ്പോർട്ട് തന്നെ നേരെ അഭിഷേകിലേക്ക് പോകും. ഒപ്പം ജിൻഡോയുടെ സപ്പോർട്ട് വളരെയധികം കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ബിഗ് ബോസ് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് കൺഫെഷൻ റൂമിൽ നോമിനേഷൻ നടത്തിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലാക്കാം. അതുവരെയും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.